എല്ലാവർക്കും എൻ്റെ പ്രത്യേക നമസ്കാരം. ഞാൻ ചങ്ങനാശ്ശേരി വട്ടപ്പള്ളി മതിച്ചപ്പറമ്പിൽ സുബി എന്ന് പറയുന്ന ആളാണ്. എൻ്റെ വീട്ടിൽ ഈ വർഷം ഉണ്ടാക്കിയ പുൽക്കൂടാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത്. 200 സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കിയ പുൽക്കൂട് ഞാൻ നിങ്ങളെ വിശദീകരിച്ച് തരാം. എങ്ങനെ ഉണ്ടാക്കിയെന്നും അത് എങ്ങനെ എണ്ണ വെച്ചാൽ ചെയ്തെന്നുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് തരാമെന്നാണ്. ഈ മാന് നമ്മൾ കനം കുറഞ്ഞ കമ്പിയിൽ വളച്ചെടുത്ത് വെൽഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ വെള്ള കനമുള്ള നൂല് താഴേന്ന് ചുറ്റി പശ വെച്ച് ഒട്ടിച്ച് മേല് വരെ വന്ന് നല്ലോണക്ക് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മാനാണ്, നമുക്കെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് കമ്പിയിൽ അതിന് കൊമ്പെല്ലാം വളച്ച് അതുപോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഈ ബൈബിൾ വാക്യം എഴുതി വെച്ചിരിക്കുന്നത് തെർമോക്കോള് വെട്ടിയെടുത്ത് അകത്തെ കറുത്ത പെയിന്റ് അടിച്ചിട്ട് അല്ലെങ്കിൽ കറുത്ത പേപ്പർ ഒട്ടിച്ച് നമുക്ക് ബൈബിൾ വാക്യം എഴുതി വെക്കാം. ഇത് നമ്മൾ ഓയിൽ പേപ്പർ വെട്ടിയെടുത്തിട്ട് അവത്തെ നീലം ബ്രഷ് വെച്ച് അടിച്ച് മേഘമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ സ്റ്റാറുകൾ ഇടാം. ജോസഫിൻ്റെ പണിശാല നമ്മൾ ചെയ്തിരിക്കുന്നത് ചെറിയ തെർമോക്കോള് വെട്ടിയെടുത്ത് അത് ബ്ലാക്ക് പെയിന്റ് അടിച്ചാണ് പണിശാല ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന തടിയെ നമുക്ക് ജനലും കഥവും ഒക്കെ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പല പല രീതിയിൽ മണ്ണുകളിട്ട് ഓരോ സ്ഥലമായിട്ട് തിരിച്ചിട്ട് ജോസഫിൻ്റെ സ്വപ്നം നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. മാലാഖ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. ജോസഫ് സത്രത്തിൽ സ്ഥലം അന്വേഷിക്കുന്ന ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഇട്ടിരിക്കുന്നത് അലുമിനിയത്തിൻ്റെ പൊടിയാണ്. അതിന് പകരം നമുക്ക് അറക്കപ്പൊടി കളർ കയറ്റി ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഓരോരോ മണ്ണുകളിട്ട് ചെടികളൊക്കെ വെച്ച് ഇടയ്ക്ക് തിരിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ആടിനെ മേയ്ക്കുന്ന സ്ഥലമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ആടിനെ മേയ്ക്കുന്ന സ്ഥലത്ത് പാറപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ഒട്ടകത്തെ മേയ്ക്കുന്ന സ്ഥലമാണ്, മരുഭൂമിയാണ് കാണിച്ചിരിക്കുന്നത്. മരുഭൂമി നമ്മൾ ചെയ്തിരിക്കുന്നത് അറക്കപ്പൊടി ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ അടിയിൽ ചിരട്ട കമത്തി വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് അറക്കപ്പൊടി ഇട്ട് മരുഭൂമി പോലെ ആക്കിയിരിക്കുകയാണ്. ഒട്ടകത്തെ മേയ്ക്കുന്ന ആളെ നമ്മൾ തെർമോക്കോൾ മൾട്ടിവുഡിൽ വെട്ടിയെടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ 3 ദിവസം മുമ്പ് മണ്ണിൻ്റെ മണ്ടയ്ക്കിട്ട് കിളിപ്പിച്ചിരിക്കുന്നതാണ്. വയലുകൾ കാണിച്ചിരിക്കുന്നു. മറിയത്തിൻ്റെ ഭവനമാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഭവനം നമുക്ക് തെർമോക്കോളെ കളർ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് PVCയുടെ ഡോറിൻ്റെ പീസ് വെത്താണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ തെർമോക്കോൾ മേടിച്ച് തെർമോക്കോൾ ബ്ലേഡ് വെച്ച് വെട്ടി ചെയ്യാവുന്നതാണ്. ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം എന്ന് നിറവേറ്റുന്ന ഭാഗം നമുക്ക് തെർമോക്കോളെ എഴുതി വെക്കാവുന്നതാണ്. ഇത് നമ്മൾ താഴെ ഇട്ടിരിക്കുന്ന അലുമിനിയം പൊടിയാണ്. ഇതിന് പകരം നമുക്ക് കളർ ചേർത്ത് പൊടികൾ ചെയ്യാവുന്നതാണ്. ജോസഫ് മറിയത്തെ കൊണ്ട് ബെത്ലഹേമിലേക്ക് പോകുന്ന ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. അത് ഫോട്ടോയിൽ നമ്മൾ 5mm മൾട്ടിവുഡ് വെട്ടിയെടുത്തിരിക്കുന്നതാണ്. മറിയം ഉറങ്ങുമ്പോൾ ജോസഫിനെ കുഞ്ഞിനെ ഓമനിക്കുന്ന ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഇട്ടിരിക്കുന്നത് UPVCയുടെ പൊടിയാണ്. കല്ലുകൾ വെച്ച് തിരിച്ചാണ് നമ്മൾ ഭാഗങ്ങൾ തിരിച്ചിരിക്കുന്നത്. ഇത് പിസ്തായുടെ ഓട് നമ്മൾ കമത്തി ഇട്ടിരിക്കുകയാണ്. അതൊരു ചരൽ പോലെ നമുക്ക് കാണാവുന്നതാണ്. ജ്ഞാനികൾ കിഴക്കുന്ന വരുന്ന ഭാഗം നമ്മൾ മൾട്ടിവുഡിൽ വെട്ടിയെടുത്തിരിക്കുന്നതാണ്. PVCയുടെ പല തരത്തിലുള്ള കളറിലുള്ള ഡോറിൻ്റെ പൊടികളാണ് നമ്മുടെ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനെ അറക്കപ്പൊടിക്കകത്ത് കളർ കയറ്റി ചെയ്യുവാണെങ്കിൽ എളുപ്പത്തിലാവും. ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന ഇതാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ അറക്കപ്പൊടിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പുൽക്കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് തെർമോക്കോൾ 1.5 ഇഞ്ചിൻ്റെ തെർമോക്കോൾ വാങ്ങിച്ച് മുറിച്ച് അവത്തിൽ പെയിന്റ് അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിൽ പുല്ലിൻ്റെ ഉണങ്ങിയ പുല്ലാണ് ഇട്ടിരിക്കുന്നത്. തെർമോക്കോളെ നമ്മൾ കറുത്ത പെയിന്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ മഞ്ഞിനായിട്ട് നമ്മൾ വെള്ള ചെറിയ കനം കുറഞ്ഞ തുണി അവത്തേൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറയിൽ മഞ്ഞായിട്ട് നമുക്ക് കാണും.
കാലിത്തൊഴുത്തിനകത്ത് ഒരു പശുവിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ കനം കുറഞ്ഞ തുണിയാണ് മഞ്ഞായിട്ട് പുൽക്കൂടിൻ്റെ പുറയിൽ മുട്ടുസൂചി വെച്ച് കുത്തിവെച്ചിരിക്കുകയാണ്. നമ്മൾ വഴികളും സ്ഥലങ്ങളെല്ലാം ചെറിയ കുഞ്ഞ കല്ലുകൾ വെച്ച് തിരിച്ചിട്ട് അതിനകത്ത് മണ്ണിടുന്നത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് ലൈക്കും ഷെയറും ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.